ഹായ് എല്ലാവർക്കും നമസ്കാരം. NIOS+2 പഠിക്കുന്ന കുട്ടികളുടെ ബയോളജി സബ്ജക്റ്റിലെ 30ാമത്തെ ചാപ്റ്ററായ ബയോടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞു ക്ലാസ് മുതൽ കേട്ടിട്ടുണ്ടായിരിക്കും ബയോടെക്നോളജി എന്നുള്ളൊരു വാക്ക്. പക്ഷെ ബയോടെക്നോളജി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്, അത് ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഏതിൽ പഠിക്കും? ഇപ്പോഴത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ പഠിക്കും. അപ്പം ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന വാക്ക് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബയോ ടെക്നോളജി, ബയോ എന്ന് പറഞ്ഞാൽ ബയോളജി എന്നും ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക പ്രയോഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തിരിക്കാം. അപ്പം ബയോ എന്ന് പറഞ്ഞാൽ ബയോളജി, ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നോളജിക്കൽ പ്രോസസ്, അതായത് സാങ്കേതികപരമായിട്ടുള്ള പ്രയോഗത്തിന് നമുക്ക് എന്ത് പറയാം, ടെക്നോളജി എന്ന് പറയാം. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ നമ്മൾ ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം, അതായത് സൂക്ഷ്മജീവികൾ, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബയോടെക്നോളജി പ്രയോഗിക്കുന്നുണ്ട്. അതായത് ബയോളജിക്കൽ പ്രോസസ് നമുക്ക് പറയുകയാണെങ്കിൽ മൈക്രോബയോളജി പറയാം, ബയോ കെമിസ്ട്രി പറയാം, അതേപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ നല്ല വശങ്ങൾ, അതായത് ബെനിഫിറ്റ് ആയിട്ടാണ് ബയോടെക്നോളജി പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിൽ വന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫുഡും മെഡിസിനും, ആഹാരവും അതേപോലെ തന്നെ മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബയോടെക്നോളജിക്ക് ഒരു വലിയ ഒരു പങ്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ലേ, അതായത് ആരെങ്കിലും ഒരു കൊലപാതകം ചെയ്തിട്ട് പോവും, അതിനുശേഷം ചിലപ്പോൾ ആളുടെ എന്തെങ്കിലും കൈരേഖ, അതായത് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ കേസ് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പം അതിനെ നമ്മൾ ആ പറയുന്ന ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ടും ബയോടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൽ DNA ഫിംഗർ പ്രിന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയോടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ജീൻ തെറാപ്പി, അതിനെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ പറഞ്ഞു തരും. അപ്പം ജീൻ തെറാപ്പി എങ്ങനെയാണ് എടുക്കുന്നത്, പിന്നെ ഡയഗ്നോസ്റ്റിക്സ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പം അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ മരുന്നുകൾ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഇതെല്ലാം ബയോടെക്നോളജി ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അപ്പം ഇതിൽ ഇത്രയാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. പറഞ്ഞാൽ ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഓർഗാനിസത്തിനെ വെച്ചുകൊണ്ട് ആണ് ബയോടെക്നോളജി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജി എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, പ്രയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ, ഹെൽത്ത് ആൻഡ് മെഡിസിൻ. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം, മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ അല്ലെ. അപ്പം ഹെൽത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ബുക്കിൽ കൊടുത്തേക്കുന്നത് ഫൈറ്റിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതായത് രോഗത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന രീതിയിലുള്ള അസുഖങ്ങൾ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജി സാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ വൈറൽ ഫീവർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ബയോടെക്നോളജി നല്ലൊരു പങ്ക് കൈവരിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് വാക്സിൻ ആൻഡ് ആന്റിബയോട്ടിക്. നമ്മൾ കുഞ്ഞു നാൾ മുതലേ നമ്മൾ വാക്സിൻ എടുക്കാറുണ്ട്. എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ ബയോടെക്നോളജി, ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അതായത് മൈക്രോ ഓർഗാനിസത്തിൽ കൂടി, മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂക്ഷ്മജീവിയെ വളർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാക്സിനും ആന്റിബയോട്ടിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ ആയിട്ടുള്ള ബേസിലസ് പോളിമൈസിയ, ഒരു ബാക്ടീരിയയുടെ പേരാണിത്. ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞാല് പോളിമൈസിൻ ബി എന്ന് പറയുന്ന വാക്സിൻ ഈ ബാക്ടീരിയ വഴി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ വാക്സിൻ അല്ലെങ്കിൽ ഈ ആന്റിബയോട്ടിക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കുന്നത് മൂത്രാശയത്തിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോളിമൈസിൻ ബി എന്ന് പറയുന്ന ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
അതേപോലെ തന്നെ ഫംഗസ് ആയിട്ടുള്ള പെനിസിലിയം നൊട്ടാറ്റിയം എന്ന് പറയുന്നത് കൊണ്ട് പെനിസിലിൻ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ നിമോണിയ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ നിമോണിയ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പെനിസിലിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മരുന്ന് കൊണ്ട് ഇതിനെയെല്ലാം തടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ഡെവലപ്മെന്റ് ഓഫ് വാക്സിൻ ആൻഡ് ആന്റിബയോട്ടിക്. വാക്സിൻ ഉപയോഗിച്ചും ആന്റിബയോട്ടിക് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഇതിനൊക്കെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ബയോടെക്നോളജിയാണ് ഈ പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, മൂത്രാശയത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മ ജീവികളെ വളർത്തിക്കൊണ്ട് അതൊരു വാക്സിൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ആ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതുമാണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് ജനിച്ചപ്പം മുതൽ ഉണ്ടായിരുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയൽ അല്ലെ. ജനകീയമായിട്ടുള്ള വൈകല്യങ്ങളുടെ ചികിത്സയാണത്. അതിലെന്താണ്, അതായത് നമ്മളുടെ ജീൻ ഉണ്ടല്ലോ, ജീൻ നമുക്കറിയാം ന്യൂക്ലിയസ് ഉണ്ട്, നമുക്ക് ന്യൂക്ലിയസ് DNA ഉണ്ട്, ജീൻ ഉണ്ട്, RNA ഉണ്ട്. അപ്പം ജീനുകളുടെ പ്രശ്നം വരുമ്പോഴാണ് ഒരാൾ രോഗിയാവുന്നത്. അപ്പം ആ ജീൻ, അതായത് തകരാറിലായ ജീനിനെ അതേപോലത്തെ ഒരു സാധാരണ ജീന്റെ പകർപ്പുണ്ടാക്കി നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജി സഹായിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി, ജനിച്ചപ്പോൾ മുതലുള്ള എന്തെങ്കിലും ഒരു വൈകല്യം വന്നു കഴിഞ്ഞാൽ ആ വൈകല്യം എന്തുകൊണ്ടാണ് വരുന്നത് ഒരു മനുഷ്യരിൽ, അതായത് ജീനിന്റെ തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഈ ജീനിനെ എന്ത് ചെയ്യാൻ പറ്റും, ബയോടെക്നോളജി വിചാരിച്ചു കഴിഞ്ഞാൽ ആ തകരാറായ ജീന് പോലത്തെ തന്നെ ഒരു സാധാരണ രീതിയിലുള്ള ജീനിനെ ഉണ്ടാക്കുകയും അത് അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ ഫോറൻസിക് സയൻസ്. എന്താണ് ഇൻ ഫോറൻസിക് സയൻസ്? ഇൻ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് ആരുടെ സഹായം വേണം, ബയോടെക്നോളജിയുടെ സഹായം വേണം. ഓക്കെ, ഇത്രയും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ വേർഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ബയോ എന്ന് പറഞ്ഞാൽ ബയോളജി ആണ്, ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ പ്രോസസ് ആണ്, അതായത് സാങ്കേതികപരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിനെ വെച്ചിട്ടാണ് ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബയോളജിക്കൽ പ്രോസസ് നമ്മൾ നോക്കുവാണെങ്കിൽ മൈക്രോ ഓർഗാനിസം, ബയോകെമിസ്ട്രി, ജനറ്റിക് എഞ്ചിനീയർ ഒക്കെ ഉണ്ട്. പക്ഷെ ദിവസം പ്രതി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നതാണ് ബയോടെക്നോളജി. ഈവൻ ഇപ്പം ഫുഡ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും പുതിയതായിട്ട് പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ടൂൾ ആണെങ്കിൽ പോലും നമുക്ക് ബയോടെക്നോളജിയുടെ സഹായം വേണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ. ഇത് ഏതൊക്കെ തരത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബയോടെക്നോളജി? ഫസ്റ്റ് വൺ ഹെൽത്ത് ആൻഡ് മെഡിസിൻസ് ആണ്. അതായത് നമ്മുടെ ആരോഗ്യത്തിനും മരുന്നുകൾക്കും ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതിന് വന്നിട്ട് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സാർസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ വൈറൽ ഫീവറിനെ കുറിച്ച് ബയോടെക്നോളജി പഠിച്ചുകൊണ്ട് വരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാരാമെഡിക്കൽസ്, അതായത് മരുന്നുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് എന്താണ്, വാക്സിൻ ആൻഡ് ആന്റിബയോട്ടിക് ആണ്. നമുക്ക് സൂക്ഷ്മ ജീവികളെ കൊണ്ട് വാക്സിൻ ഉണ്ടാക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നത് ബയോടെക്നോളജി ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് ബാക്ടീരിയ, ബേസിലസ് പോളിമൈസിയ എന്ന് പറയുന്ന ബാക്ടീരിയ പോളിമൈസിൻ ബി എന്ന് പറയുന്നത് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പോളിമൈസിൻ ബി എന്ന് പറയുന്നത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബേസിലസ് പോളിമൈസിയ എന്നതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ബാക്ടീരിയ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ആന്റിബയോട്ടിക്, ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ആന്റിബയോട്ടിക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ മൂത്രാശയത്തിലുള്ള എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആന്റിബയോട്ടിക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ പെൻസിലിൻ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മളിപ്പം ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിനെ ഭേദമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിലിൻ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പെൻസിലിൻ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡർ, അതായത് ജനിച്ചപ്പോൾ മുതലുള്ള വൈകല്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു വൈകല്യം വരണമെങ്കിൽ നമുക്ക് ജീനിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം ജീൻ തകരാറിലാകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആ ജീനിനെ തന്നെ പോലെ തന്നെ ഉള്ള ഒരു ജീനിന്റെ സാധാരണയായിട്ടുള്ള ഒരു പകർപ്പിനെ എന്ത് ചെയ്യാൻ പറ്റും,
ഉപയോഗിച്ച് ജീൻ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ നോക്കിയത് ഇൻഫോറൻസിക് സയൻസ് ആണ്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ എന്താണ് DNA ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡി ആയിട്ട് നമുക്ക് ക്രിമിനൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ എൻവിറോൺമെന്റ് ആണ്. എൻവിറോൺമെന്റ് നമ്മളുടെ പരിസ്ഥിതി, അതായത് അതിലുള്ള ടോക്സിക്സ്, അതിലുള്ള എന്തെങ്കിലും ഹസാർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള മൈക്രോ ഓർഗാനിസംസ് വെച്ച് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, നശിപ്പിക്കാൻ സാധിക്കും. അടുത്തത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞത് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്നുകാലികൾ, നമുക്കറിയാം കൃഷിയിൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് കന്നുകാലികൾ. അപ്പം ഈ കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, പ്രോട്ടീൻസ്, എല്ലാ ആഹാരത്തിന്റെ നല്ല വശങ്ങളെല്ലാം ബയോടെക്നോളജി വഴി നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ കീടങ്ങൾ, നമുക്കറിയാം നമ്മളെ ഈ ഇലകളെയൊക്കെ നശിപ്പിക്കുന്നത് കീടങ്ങളാണ് അല്ലെ. അപ്പം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ്? ബയോടെക്നോളജി ആണ് സഹായിക്കുന്നത്. എങ്ങനെയാണ് ബയോടെക്നോളജി സഹായിക്കുന്നത്? അതായത് ഇപ്പം കീടങ്ങൾ തന്നെയാണ് കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. ബയോടെക്നോളജി ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്? കീടങ്ങൾ കൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബയോടെക്നോളജിയുടെ തന്ത്രം എന്ന് പറഞ്ഞാല്. അതായത് ഇപ്പം കീടങ്ങളിലുള്ള എന്ത് ചെയ്യുന്നു, അതിനെ മ്യൂട്ടേഷൻ വരുത്തി അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു വിഷത്തിനെ മാറ്റി സ്റ്റെറിലൈസ് അണുവിമുക്തമാക്കിയിട്ട് അതിനെ വളരാൻ സാധിക്കാത്ത രീതിയിൽ ബയോടെക്നോളജിക്ക് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം കീടങ്ങൾ വളർന്നാലല്ലേ കൃഷിനാശം സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ ബയോടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ആ കീടത്തിനെ മ്യൂട്ടേഷൻ ചെയ്ത് ആ പറഞ്ഞ കീടങ്ങളെ അണുവിമുക്തമാക്കുകയും അതേപോലെ തന്നെ അതിന് തിരിച്ച് ഒന്നും കൂടി വളരാനുള്ള ഒരു ചാൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ബയോടെക്നോളജി. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് ബയോ പ്രോസസിംഗ് ആണ്. എന്താണ് മാനുഫാക്ചറിങ് ആൻഡ് ബയോ പ്രോസസിംഗ്? മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഡിറ്റർജന്റ് പറയാം, അതേപോലെ തന്നെ നമുക്ക് പെയിന്റ് പറയാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സസ്യങ്ങളെ വളരെ വലിയ തോതിൽ വളർത്തുന്ന ഒന്നാണ് ബയോടെക്നോളജി. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെയിന്റ്, അതേപോലെ ഡിറ്റർജന്റ്, ലൂബ്രിക്കന്റ്, പ്ലാസ്റ്റിക്സ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ്. നമുക്കറിയാം നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആഹാരങ്ങൾ കാണും, ഫുഡ് കാണും, ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും. ഇതൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലെ. അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങളുടെയും അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു മാംസാഹാരം എടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നും പ്രിസർവേറ്റീവ് ഉണ്ടാക്കാൻ പറ്റും, പ്രിസർവേറ്റ് ചെയ്ത ഒരു ആഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ മാംസത്തിനെ എല്ലാം ഇല്ലാതാക്കാനും ബയോടെക്നോളജിയെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ്, ആ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുക, കഴിക്കുക. അതേപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പ്രിസർവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് ചെയ്യുന്നതെല്ലാം ആരാണ്? നമ്മളുടെ ബയോടെക്നോളജിയാണ്. അതേപോലെ തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്പിനെ എടുക്കുക, സീഡ്ലെസ് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഇതെല്ലാം ബയോടെക്നോളജിയെ കൊണ്ട് സാധിക്കും. അതായത് കുരുവില്ലാത്ത ഗ്രേപ്പ്, സീഡ്ലെസ് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്, ഇതിനെയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബയോടെക്നോളജിയെ കൊണ്ട് സാധിക്കും. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീസ്, യോഗർട്ട്, കേർഡ്, അതേപോലെ തന്നെ ആൽക്കഹോൾ, ഇതിലെല്ലാം എന്താണ് ചെയ്യുന്നത്? ബയോടെക്നോളജി ഉപയോഗിക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, സൂക്ഷ്മ ജീവികളെ കൊണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഈസ്റ്റിനെ, മൗൾസ് ബാക്ടീരിയ, ഫിലമെന്റ്സ് ബാക്ടീരിയ, ഇതെല്ലാം വെച്ചിട്ടാണ് അവര് ഓരോരോ പ്രോഡക്ട്സ് തയ്യാറാക്കുന്നത്. അത് ഏതൊക്കെ പ്രോഡക്ട്സ് ആയിരിക്കാം? ആൽക്കഹോൾ ആവാം, പ്രോട്ടീൻ ആവാം, യോഗേർട്ട് ആവാം, ചീസ് ആവാം, കേർഡ്. ഇതെല്ലാം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഈസ്റ്റ്, മൗൾസ്, അതല്ലെങ്കിൽ ബാക്ടീരിയ എല്ലാം വെച്ചിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫെർമെന്റേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഫെർമെന്റേഷൻ എങ്ങനെ ചെയ്യും? ഏതിന്റെ ഫെർമെന്റേഷൻ? ആൽക്കഹോൾ നമുക്ക് എങ്ങനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പം പഞ്ചസാര പോലെയുള്ള കാർബോഹൈഡ്രേറ്റിനെ
മദ്യമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെയാണ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്? പഞ്ചസാര പോലെയുള്ള കാർബോഹൈഡ്രേറ്റിനെ മദ്യമായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയണത്, ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് പഞ്ചസാരയെ പുളിപ്പിച്ചുകൊണ്ട് നമുക്ക് ആൽക്കഹോൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര പുളിച്ച് ആൽക്കഹോൾ ആവണമെങ്കിൽ നമുക്ക് അവിടെ ഒരാൾ വേണം. ആരാണ്? ഈസ്റ്റ് വേണം. ആര് വേണം? ഈസ്റ്റ് വേണം. പഞ്ചസാരയെ പുളിപ്പിച്ച് ആൽക്കഹോൾ ആക്കാൻ ആരെ കൊണ്ട് കഴിയും? ഈസ്റ്റിനെ കൊണ്ടാണ് സാധിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 19ാമത്തെ സെഞ്ചുറിയില് സാക്രനോമിയോസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൂയിസ് പാസ്റ്റർ ബീറും മോരും അതേപോലെ തന്നെ ബട്ടർ മിൽക്കും ഉണ്ടാക്കാൻ പറ്റും, മോരും ബീറും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എന്ത് ചെയ്തു? ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചു. അപ്പം അത് മുതൽ എന്ത് ചെയ്തു? ഈസ്റ്റ് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഉപയോഗിച്ച് അതിനെ പുളിപ്പിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഈസ്റ്റ് വേണം. ഈസ്റ്റ് ബേക്കേഴ്സ് എല്ലാം, ബേക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് ഏതാണ്? ഈസ്റ്റ് ആണ്. ബ്രെഡിനെ അതായത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതുവഴി നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഈസ്റ്റിനെ വന്നിട്ട് വളർത്തി, ആ മൊസാലിയസ് എന്ന് പറയുന്നതിനെ വളർത്തിക്കൊണ്ട് അതിനെ വിൽക്കുന്നവരുമുണ്ട്. ആ ഈസ്റ്റിനെ വളർത്തി വിൽക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഈസ്റ്റ് ഈസ് യൂസ് ടു റേസ് കേക്ക് ആൻഡ് ബ്രെഡ് വൈൽ ബേക്കിംഗ്. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയം, എന്ത് കേക്ക് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പം ആ ആപ്പത്തിന് നമ്മൾ ആട്ടി വെക്കുകയാണെങ്കിൽ എന്ത് വേണം? ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല പുളിച്ചിരിക്കും, അല്ലെ? അതിനെയാണ് നമ്മൾ അപ്പം എന്ന് പറയണത്. എന്ന് പറയണത് പോലെ ഈ പറഞ്ഞ ഈസ്റ്റ് ഇട്ടാൽ മാത്രമേ കേക്ക് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗൈ. ഇനി അതേപോലെ തന്നെ ആൽക്കഹോൾ ആൻഡ് ബിവറേജിലൊക്കെ നമ്മളുടെ ഷുഗറിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഈ ഈസ്റ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ബ്രൂവേഴ്സ് ഈസ്റ്റ്. എന്താണ് പറയണത്? ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി ദി സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റഡ് ബൈ ഈസ്റ്റ് ഗിവ്സ് ദ ബിവറേജ് ഇറ്റ്സ് സ്പെസിഫിക് ഫ്ലേവർ. അതായത് ഒരു കൃത്യമായിട്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമ്മളൊരു കാർബോഹൈഡ്രേറ്റിനെയാണ് ഒരു ഉറവിടമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈസ്റ്റിനെ ഫെർമെന്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഉറവിടമായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെയാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, വൈനിന് നമ്മൾ എങ്ങനെയാണ്, ഗ്രേപ്പിനാണ് നമ്മൾ ഫെർമെന്റ് ചെയ്ത് വൈൻ ആക്കി മാറ്റുന്നത്. നമ്മളൊക്കെ ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യും? ഗ്രേപ്പ് കുറേ നാൾ കൊണ്ട് എന്ത് ചെയ്യും? ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കും. അത് കുറേ നാൾ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? വൈനായിട്ട് മാറും. അപ്പൊ ഈ ഗ്രേപ്പ് വൈൻ ആവാൻ വേണ്ടിയിട്ട്, ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഈസ്റ്റ് ആണ് വേണ്ടത്? എസ് സിർവേസിയ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ആവശ്യമാണ്. ഈ ഈസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഷുഗർ ചേർക്കും. അതായത് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഷുഗർ, അതാണല്ലോ ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതെന്തായിട്ട് കൺവേർട്ട് ആവും? കാർബോഹൈഡ്രേറ്റ് ആയിട്ടും അതേപോലെ തന്നെ എത്തൈൽ ആൽക്കഹോൾ ആയിട്ടും കൺവേർട്ട് ആവും. ഓക്കെ, അപ്പം വൈൻ നമ്മൾ ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സോളിബിൾ ഷുഗേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ആവുന്നത്. എന്തായിട്ട് കൺവേർട്ട് ആവുന്നത്? എത്തൈൽ ആൽക്കഹോളും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ മാറുന്നത്. അപ്പം ഇതിൽ വന്നിട്ട് യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്താണ്? സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ടാങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം വെച്ചേക്കുന്നത്, അല്ലെ? വേണമെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ബയോ റിയാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ബാർലി മാൾട്ട് എന്ന് പറയുന്ന ഫെർമനന്റ്, അതായത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബിയർ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാർലി മാറ്റ് എന്ന് പറയുന്ന ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫെർമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട
സ്റ്റെപ്പ് നമ്മൾ നോക്കാം. ആദ്യം വന്നിട്ട് ഈ ഫെർമനന്റർ, അതായത് നമ്മൾ ഉപയോഗിക്കാൻ ഇപ്പം വൈൻ ആണെങ്കിൽ നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന ആ ഫെർമനന്റർ അല്ലെങ്കിൽ ടാങ്കിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടിൽ വെച്ച് ആ ഒരു പ്രഷറിൽ കൊടുത്തിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, അണുവിമുക്തമാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഓട്ടോക്ലേവ് എടുക്കാം. ഓട്ടോക്ലേവ് നമ്മളൊക്കെ അറിയാം, ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഓട്ടോക്ലേവ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫെർമെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ടാങ്കിനെ നമ്മൾ ആദ്യം സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആവശ്യമായിട്ട് ശരിയായിട്ടുള്ള അളവിലുള്ള ഈസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കുന്ന മീഡിയം ഉദ്ദേശിക്കുന്നത് ഗ്രേപ്പ് ആവാം, ഷുഗർ ആവാം. നമുക്കറിയാം ആൽക്കഹോൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ആൽക്കഹോൾ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പം ആ പറഞ്ഞ മീഡിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഈസ്റ്റിനെ നമുക്ക് ഇൻജെക്ട് ചെയ്യാം, കുത്തിവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ 2 തരത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ആ ഒരു ഈസ്റ്റിനെ നമുക്ക് വളർത്തിയാൽ മാത്രമേ, ഇപ്പം നമ്മൾ ഗ്രേപ്പ് വെക്കുമ്പം അത് വൈൻ ആവണമെങ്കിൽ ആ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഈസ്റ്റ് എന്ത് ചെയ്യണം, പെരുകണം അല്ലെ. അതിനെങ്ങനെ നമുക്ക് ഗ്രോത്തിലോട്ട് കൊണ്ടുവരാം, അതെങ്ങനെ നമുക്ക് വളർച്ചയിലോട്ട് കൊണ്ടുവരാം നോക്കുമ്പോഴത്തേക്കും, അതായത് സർഫസ് ആയിട്ടുള്ള ഒരു ലെയറിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിന് നമ്മൾ പറഞ്ഞ പേരെന്താണ്, സപ്പോർട്ട് ഗ്രോത്ത് സിസ്റ്റം. ആ ഈസ്റ്റ് അതായത് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഗ്രേപ്പ് എന്തായിട്ട് മാറുന്നത്, ഒരു വൈനായിട്ട് മാറുന്നത്. ഷുഗർ എന്തായിട്ട് മാറുന്നത്, ഒരു ആൽക്കഹോൾ ആയിട്ട് ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് പുളിപ്പിക്കുമ്പോൾ അത് ആ ആൽക്കഹോൾ ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഫംഗൈ വേണം അല്ലെ. നെക്സ്റ്റ് എന്താണ് പറയണത്, സെൽസ് ഓർ മൈസീലിയ ആർ സസ്പെൻഡഡ് ഇൻ ലിക്വിഡ് മീഡിയം. ചിലരെന്ത് ചെയ്യും, ആ ഒരു സെല്ലിനെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് മീഡിയമിൽ വെച്ചിട്ട് അതിനെ ആ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരാറുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ വേണം നമ്മൾ വെക്കാൻ. ടെമ്പറേച്ചർ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ നോക്കി വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു മീഡിയം ഉദ്ദേശിക്കുന്നത് ഗ്രേപ്പ് ആവാം, അതല്ലെങ്കിൽ ഷുഗർ ആവാം നമ്മൾ എടുക്കുന്നത്. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിറൈഡ് ചെയ്യണം. സ്റ്റിറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ് കൊടുത്തിരിക്കുന്നത്, ദ ഷുഗർ ഇൻ ദ മീഡിയം ഗെറ്റ്സ് ഫെർമെന്റഡ് ബൈ എൻസൈംസ് റിലീസ്ഡ് ബൈ ഈസ്റ്റ്. അതായത് ഷുഗർ എന്ന് പറയുന്ന മീഡിയം വഴി, ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ എടുക്കാം, ഗ്രേപ്പ് എടുക്കാം. അപ്പൊ ഷുഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന മീഡിയം വഴി ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് എന്തിനെ റിലീസ് ചെയ്യും, ഒരു എൻസൈം റിലീസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ എൻസൈം റിലീസ് ആവുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഷുഗർ എന്തായിട്ട് മാറുന്നത്, ആൽക്കഹോൾ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഗ്രേപ്പ് എന്തായിട്ട് മാറുന്നത്, വൈനായിട്ട് മാറുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൽക്കഹോൾ എന്താണ് ഈസ്റ്റ് ഫെർമെന്റേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞ ആൽക്കഹോൾ ഏതൊക്കെയാണ്, എഥൈൽ ആൽക്കഹോൾ നമുക്ക് പറയാം. ഈസ്റ്റിനെ നമുക്ക് ഈസ്റ്റ് മാത്രം ഫെർമെന്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില ആൽക്കഹോൾ ഉണ്ട്. അങ്ങനെ പറഞ്ഞ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഥൈൽ ആൽക്കഹോൾ ആണ്, ബൂട്ടാനോൾ ആൻഡ് ഗ്ലിസറോൾ. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഈസ്റ്റ് കൊണ്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ തന്നെ സെയിം മെത്തേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, വിനാഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്, ഒരു സ്പെസിഫിക് ബാക്ടീരിയ കൊണ്ടാണ് ഈ പറഞ്ഞ വിനാഗിരിയൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈസ്റ്റിന്റെ ആ ഒരു എക്സ്ട്രാക്ട് നമ്മളുടെ ആവശ്യം, ബിവറേജിലുള്ള ആവശ്യം കഴിഞ്ഞ് അതിനെ റിമൂവ് ചെയ്താൽ പോലും ആ റിമൂവ് ചെയ്തതിനെ വെച്ച് എന്ത് ചെയ്യാം, ആനിമൽസ്, മൃഗങ്ങൾക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണമാക്കി പോലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഈ ഈസ്റ്റ്. കാരണം അതിൽ വളരെയധികം ഭയങ്കര വൈറ്റമിൻസ് ഉള്ള ഒരു ആഹാരമാണ് ഈ പറഞ്ഞ എക്സ്ട്രാക്ട്. ഈസ്റ്റിന്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാം. അതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ബയോടെക്നോളജിയിലുള്ള ഡെഫിനിഷൻ. എന്തിനാണ് ബയോടെക്നോളജി ഉപയോഗിക്കുന്നത്, ഏതിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയിലുള്ള എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ഫെർമെന്റേഷൻ പഠിച്ചത്. ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷുഗറിനെ എങ്ങനെ നമുക്ക് ആൽക്കഹോൾ ആക്കി മാറ്റാം എന്നുള്ള രീതിയെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം അതിൽ ഉപയോഗിക്കേണ്ട ഈസ്റ്റ്, ഫംഗി, മൈക്രോ ഓർഗാനിസംസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇതിന്റെ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് റെഫർ ചെയ്യുക. ഇതിന്റെ നോട്ട് ആവശ്യമായിട്ടുള്ളവർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നോട്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറും കൂടെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി.